ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഇപ്പോഴും ആംസ്റ്റർഡാമിലാണ്. ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ജോസ് മിലാനിന്ന് അബുദാബിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ചച്ചനെയും അമ്മേനെയും സർപ്രൈസ് ചെയ്യാൻ വേണ്ടി. അച്ചച്ചനും അമ്മയെന്നും പറയുമ്പോൾ ജോസിൻ്റെ അമ്മയും അച്ഛനുമാണ്. അപ്പോൾ ആ സമയത്ത് അച്ചച്ചനും അമ്മയും അബുദാബിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഇയർ ആയിരുന്നു അച്ചച്ചൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ. അപ്പം അത് കഴിഞ്ഞിട്ട് അച്ചച്ചനും അമ്മയും നാട്ടിലോട്ട് വരാൻ പോവായിരുന്നു. അപ്പം ലാസ്റ്റ് ഇയർ അല്ലേ ഒരുമിച്ച് കൂടാം എന്നോർത്തിട്ട് ജോസഫ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അബുദാബി വന്നായിരുന്നു. അപ്പോൾ അച്ചച്ചനും അമ്മയും അതിലേക്കാട്ടിലും വലിയൊരു മാസ്റ്റർ പ്ലാൻ ആയിട്ട് ജോസിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എന്നെ അബുദാബിയിലോട്ട് വിളിപ്പിച്ചായിരുന്നു. സോ അത് ഒരു സർപ്രൈസിങ് ഇയർ എന്ന് പറയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ചെയ്ത് അങ്ങ് തകർക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അബുദാബിയിൽ പോയി. അതിന് മുമ്പ് ഒരു വട്ടം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ജോസ് ഇല്ലാത്ത സമയത്താണ് ഞാൻ പോയത്. പക്ഷേ ഈ പ്രാവശ്യം ജോസിൻ്റെ കൂടെ എനിക്ക് അബുദാബി കറങ്ങാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. അങ്ങനെ മിസ്റ്റർ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോയത് ഗ്ലോബൽ വില്ലേജിലേക്കായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാൻ വണ്ടർ അടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു ഈ ഒരു ഫുൾ സൃഷ്ടിനെ കണ്ടിട്ട്. ഇത് ഞങ്ങളൊരു ഹാഫ് ഡേ മാത്രമേ അവിടെ ചിലവാക്കാൻ പറ്റിയുള്ളായിരുന്നു. ആ ഹാഫ് ഡേയിൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ 1/4 ഏരിയ പോലും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അമേസിങ്, ലൈക്ക് എന്താ പറയുക, എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടതിന് വലിയ കാരണം എനിക്കിങ്ങനെ പലതരം ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ പറ്റി. അതിൻ്റെ അകത്തെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവമാണ് ഇത്. ദുബായിൽ PK ചാങ്സ് PF ചാങ്സ് എന്ന് വെച്ചുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കിട്ടുന്ന ഒരു ഫേമസ് ഐറ്റമാണ് ഈ ഡൈനമൈറ്റ് പ്രോൺസ്. സോ എനിക്കിങ്ങനെ പുറത്തുനിന്ന് പ്രോൺസ് കഴിക്കാൻ ഇച്ചിരി പേടിയായതുകൊണ്ട് ഞങ്ങളന്ന് വാങ്ങിച്ചത് ഡൈനമൈറ്റ് ചിക്കൻ ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറേ ഇഷ്ടപ്പെട്ടു. എനിക്കിത് കുറേ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും എൻ്റെ വായിന്ന് വെള്ളം വരും. എന്നതിന് അത്രയ്ക്കും അടിപൊളി സാധനമാണിത്. സോ അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ കിട്ടി. പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനെ പലതരം പവേലിയൻസും അതിൻ്റെ എന്താ പറയുന്ന ആ സ്ട്രക്ചേഴ്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എത്ര ഹ്യൂജ് എന്ന് വെച്ചാൽ എന്ത് വലിയൊരു ഏക്കർ കണക്കിന് ഏരിയയിലാണ് ഇവർ ഈ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടുന്ന് ഒത്തിരി സാധനമൊന്നും നമുക്ക് വാങ്ങിക്കാനും പറ്റത്തില്ല. എന്നിട്ട് ഭയങ്കര ഒത്തിരി ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എല്ലാത്തിനും ഭയങ്കര ഹൈ ബഡ്ജറ്റായിരുന്നു. അപ്പം ഞാൻ എൻ്റെ നീസിന് വേണ്ടി ഇച്ചിരി ഉടുപ്പുകൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ അത് കൂടാതെ ഞാനൊരു ആഫ്രിക്കൻ പവേലിയനിൽ നിന്ന് ഈ ബോഡി ക്രീംസൊക്കെ വാങ്ങിച്ചിരുന്നു. അത് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ബോഡി ക്രീം എന്ന് വെച്ചാൽ അടിപൊളി. അവിടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് വാങ്ങിക്കണം. അതത്രയും എനിക്ക് പൊതുവെ അതത്രയും എക്സ്പെൻസീവായിട്ട് തോന്നിയുമില്ല. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അവരുടെ ബോഡി ക്രീമിന്. സോ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു. ഞാൻ പറഞ്ഞ ആ ബോഡി ക്രീം ഈ കാണുന്നതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഷിയ ബട്ടറാണ്, ഫ്രഷ് ഷിയ ബട്ടർ റോ. പിന്നെ ഞാൻ ആരോ വെച്ചിട്ട് കാണിക്കാൻ ഞാൻ വാങ്ങിച്ച കോക്കനട്ട് ബോഡി ക്രീം ഏതാന്ന് വെച്ചുകൊണ്ട് ഈ കാണുന്നതാണ്. അപ്പോൾ ആ ബോഡി ക്രീം എന്ന് വെച്ചാൽ കോക്കനട്ട് ഫ്ലേവറിൻ്റെ ഷിയ ബട്ടറും കൊണ്ടുള്ള ഒരു ബോഡി ക്രീമാണ്. സോൾ ഡെ ജനാറോ എന്ന് വെച്ചുള്ള ഒരു ഫേമസ് ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൻ്റെ സെയിം ബംബം ക്രീം എന്ന് വെച്ചുള്ള ഒരു സംഭവമുണ്ട്. ആ സെയിം പ്രോഡക്റ്റാണ് അവരവിടെ വിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ സോൾ ഡെ ജനാറോ എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ എൻഡ് പാക്കേജിങ്ങും അതും ഇതൊക്കെ ചെയ്തിട്ട് വരുന്നതാണ്. ഇത് പാക്കേജിങ് ഒന്നുമില്ല, നോർമൽ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയ്ക്കകത്തിട്ട് തരുന്നതാണ്. പക്ഷേ 2 പ്രോഡക്റ്റും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എനിക്ക് സോൾ ഡെ ജനാറോ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുമുണ്ട്, എൻ്റെ അടുത്ത് ഉണ്ട് ആ സാധനം. അപ്പോൾ അതും ഇതും വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു വ്യത്യാസവും ഇല്ല. രണ്ടും സെയിം ക്രീം, സെയിം നറിഷ്മെൻറ്റ്, സെയിം മോയ്സ്ചറൈസിങ്, എല്ലാം സെയിം ആയിരുന്നു. അടിപൊളി പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി. പക്ഷേ എനിക്ക് ഈ ആഫ്രിക്കൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടി ഫോർ എ വെരി മിനിമം പ്രൈസിൽ. അപ്പം ഐ വുഡ് ഹൈലി റെക്കമെൻഡ് അവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ കോക്കനട്ട് ക്രീം വാങ്ങിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറേ സൊവനിയേഴ്സൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക് വേണ്ടി, എൻ്റെ വീട്ടിലേക്ക് വേണ്ടി, ജോസിൻ്റെ അവിടത്തേക്ക് വേണ്ടി, എല്ലായിടത്തേക്ക് വേണ്ടി സൊവനിയേഴ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പവേലിയനിൽ ഒന്നാണ് ആഫ്രിക്കൻ പവേലിയൻ. കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും, അത്ര എക്സ്പെൻസീവും അല്ലായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പവേലിയനിൽ ഏത് പ്രായക്കാർ വന്നാലും അവർ എൻ്റർടൈൻഡ് ആയിരിക്കാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. കൊച്ചു പിള്ളേരോട്ട്
പ്രായമായവർ വരെ വന്നാൽ അവർക്ക് ഒരു ദിവസം മൊത്തം എൻ്റർടൈൻഡ് ആയിട്ട് നിൽക്കാനായിട്ട് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഈ ഗ്ലോബൽ വില്ലേജിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് കണ്ടില്ലേ, ഇങ്ങനെ പലതരം ഡാൻസ് പെർഫോമൻസസ് ഉണ്ട് പല പവേലിയനിൽ. അതുകൂടാതെ അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ തന്നെ കുറേ ഇങ്ങനെ റൈഡ്സിലൊക്കെ പിള്ളേർക്ക് കയറി ഇറങ്ങണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്ഥലമായിട്ട് തന്നെ ഉണ്ട്. അതല്ലാതെ സ്റ്റേജ് പെർഫോമൻസസ് ഉണ്ട്, വലിയൊരു ഗ്രാൻഡ് സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവിടെ പെർഫോമൻസസ് നടക്കും. അതല്ലാതെ ഷോപ്പിംഗ് ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം ഈ ഗ്ലോബൽ വില്ലേജിനകത്ത് അവർ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുമായിരുന്നു. എല്ലാത്തിനും നല്ല ക്വാളിറ്റി, നല്ല ക്ലെൻലിനെസ്, നല്ല ക്ലീൻ എൻവയൺമെൻ്റ് ആയിരുന്നു. എനിക്ക് ചുരുക്കത്തിൽ പറയുമ്പം ഇന്ത്യയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടായിരുന്നു പുറം രാജ്യത്തിൽ എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു ദുബായി പോയി ഈ സ്ഥലമൊക്കെ കണ്ട്, ഇത്രയും കടകളും എല്ലാ സാധനങ്ങളും ഒക്കെ നേരിട്ട് കണ്ട്. എൻ്റെ കുറേ ഞാനിങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ സാധനമൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇത് കൊള്ളാലോ, ഇത് എവിടെ നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ ഞാൻ പോയി ഇവിടെ ഗ്ലോബൽ വില്ലേജിലും ദുബായി കറങ്ങാൻ പോയ സമയത്തൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സഫലീകരിച്ചത്. സക്സസ്ഫുള്ളായിട്ട് ഞാൻ അതെല്ലാം ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. പ്ലസ് ജോസും ഉണ്ടായിരുന്നു. അപ്പോൾ ജോസിൻ്റെ കൂടുതലും ആസ് എ കപ്പിൾ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി ഇങ്ങനെ നമ്മളൊരു പുതിയ സ്ഥലത്തോട്ട് പോയി. ഇപ്പോൾ ജോസിന് അത് പുതിയ സ്ഥലമല്ലായിരിക്കും, പക്ഷെ എനിക്ക് അതൊരു പുതിയ സ്ഥലമായിരുന്നു. അപ്പോൾ ജോസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ എന്നെ കാണിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് എന്ന് വെച്ചോണ്ട്. അപ്പം നമ്മൾ എത്ര പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക ഒരുമിച്ച്. പിന്നെ അതുമല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങളെ കുറിച്ച് ജോസിന് അറിയാം. അപ്പോൾ അവൻ അത്രയും ഇൻഫർമേഷൻസ് എനിക്ക് ഷെയർ ചെയ്ത് തരുക, എനിക്ക് പറഞ്ഞു തരുക, ഇതിങ്ങനെയായിരുന്നു അതങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ. അപ്പം നമ്മൾ എനിക്കൊന്ന് ആസ് എ കപ്പിൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ടിങ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആവും, ഭയങ്കര ഇങ്ങനെ നമ്മൾ ഇച്ചിരി കൂടെ ക്ലോസ് ആവും. എന്നിട്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യും, അത്രയും കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് സംസാരിക്കും. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ബോണ്ടിലോട്ടായി മാറും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ജോസിനോടത്തി യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അപ്പോഴൊക്കെ ഞങ്ങൾ ഭയങ്കര ഇങ്ങനെ ഫ്രണ്ട് സോണിലോട്ടാവും. ഇത് ചെയ്യണം, അത് ചെയ്യണം, നമുക്കിവിടെ പോകണം, അത് ചെയ്യണം, അത് കഴിക്കണം, ഇത് കഴിക്കണം. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്തെങ്കിലും, പുതിയതായിട്ടുള്ള ഒരു സ്ഥലത്തെങ്കിലും കറങ്ങാൻ പോകണം. എന്തിനാ, പുതിയ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും പുതിയ കൾച്ചേഴ്സ് അറിയുന്നതും പുതിയ ഭക്ഷണം ട്രൈ ചെയ്യുന്നതും കുറേ പുതിയ എന്താ പറയുക എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ജോലിക്ക് പോകുന്നു, കാശുണ്ടാക്കുന്നു, വീട്ടിൽ വരുന്നു. അപ്പം നമ്മളുടെ ബോണ്ടും ക്രിയേറ്റ് ആവുന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒത്തിരി കൂടുതൽ സംസാരിക്കാനും ഒന്നും കാണത്തില്ല. നമ്മൾ ഒരു 80 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെമ്മറീസും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ വെറുതെ ജോലി ചെയ്തു, വന്നു, ഫുഡ് ഉണ്ടാക്കി കഴിച്ചു, പിള്ളേരെ വളർത്തിപ്പോയി, അത്ര ഉള്ളായിരുന്നു നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരില്ലേ. അപ്പം ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയണു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സേവ് അപ്പ് ചെയ്യണം പൈസ. എന്നിട്ട് നമ്മൾ ഒരു വർഷത്തിൽ ഒരു ട്രിപ്പ് പുതിയൊരു സ്ഥലത്തോട്ട്, ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട്, ഇപ്പോൾ ആരെങ്കിലും കേരളത്തിലാണെങ്കിൽ അവർ ട്രിവാൻഡ്രം പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോട്ട് പൊക്കോ, അതൊരു ട്രിപ്പ് ആവട്ടെ. ചെറിയ ട്രിപ്പിനെങ്കിൽ ചെറിയ ട്രിപ്പ്, വലിയ ട്രിപ്പെങ്കിൽ വലിയ ട്രിപ്പ്. പക്ഷേ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തോട്ട് ഒരു ചെറിയ ട്രിപ്പ് എപ്പോഴും പ്ലാൻ ചെയ്ത് പോയി ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു ആ ഒരു ബോണ്ടിങ്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ബോണ്ടിങ്ങിന് വേണ്ടി മാത്രമല്ല, പേരൻസ് പിള്ളേരുമായിട്ട് പോകണം. അപ്പോൾ പിള്ളേരും കുറേ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടുത്തെ കുറിച്ച് പഠിക്കും, അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് അറിയും. അപ്പോൾ അതൊക്കെ ഇച്ചിരി കൂടെ എന്താ പറയുക, അവരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ മറിയത്തിനെ കൊച്ചിലെ ദുബായ് കൊണ്ടുപോയതുകൊണ്ട് അവൾക്ക് കൊച്ചിലേ അറിയാം, ഇപ്പോഴേ ഈ 7 വയസ്സിലേ അറിയാം അവൾക്ക് ദുബായിൽ എന്താ കിട്ടുന്നത്, ഏതാണ് ദുബായിലെ ഏറ്റവും വലിയ ടോളസ്റ്റ് ബിൽഡിങ്, അത് ഇതെന്ന് വെച്ചോണ്ടൊക്കെ ദുബായിയുടെ കുറേ കാര്യങ്ങൾ അറിയാം. അപ്പം നമ്മളുടെ മനസ്സിൽ അത് നിൽക്കും.
സോ എൻ്റെ ചെറിയൊരു ടെഡ് ടോക്ക് കഴിഞ്ഞു. ഇതായിരുന്നു എൻ്റെ ചെറിയ ദുബായ് ക്ലിപ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഞാൻ ഒരു ചെറിയ വീഡിയോ ആക്കി ഇട്ടുന്നതേ ഉള്ളൂ. ഞാൻ കുറേ വീഡിയോസൊക്കെ ആംസ്റ്റർഡാം വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. വീക്ക്ലി ബേസിസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടുന്നതായിരിക്കും. ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും. ഇനി എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.